Hello students, welcome back to Minis Tutorials. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, അതിലെ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് അണ്ടർ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ്. ഫസ്റ്റ് സിറ്റുവേഷൻ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് വൺ ആണ്. കണ്ടീഷൻ എന്ന് പറയുന്നത് ആനുവൽ വാല്യൂ, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ in case of let out house which remains vacant for whole or any part of the previous year. ഹൗസ് വേക്കൻറ്റ് ഫോർ ഫുൾ ഇയറിൽ വേക്കൻ്റ് ആണ് എങ്കിൽ ആനുവൽ വാല്യൂ ഈസ് നിൽ. ഇനി ഹൗസ് വേക്കൻറ്റ് ഫോർ എനി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആണ് എങ്കിൽ എത്രയാണോ ആക്ച്വൽ റെൻറ്റ് വരുന്നത്, ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഈസ് ഗ്രേറ്റർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ. Then second condition പറയുന്നത് actual rent received or receivable is less than the expected rent owing to such a vacancy, actual rent is the annual value. That means vacancy ഉണ്ട് എങ്കിൽ actual rent ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഹൗസ് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ ഫുൾ ഇയർ, അങ്ങനെ വരുമ്പോൾ ആനുവൽ വാല്യൂ നിൽ. ഹൗസ് വേക്കൻറ്റ് ഫോർ എനി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആണ് എങ്കിൽ കണ്ടീഷൻ ആക്ച്വൽ റെൻറ്റ് ഈസ് മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻറ്റ്, ആക്ച്വൽ റെൻറ്റ് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഈസ് ലെസ് ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻറ്റ് ഓവിങ് ടു സച്ച് എ വേക്കൻസി, ആക്ച്വൽ റെൻറ്റ് ഈസ് ദ ആനുവൽ വാല്യൂ. നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് പോകാം. എങ്ങനെയാണ് വേക്കൻസി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കമ്പ്യൂട്ട് ദ ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ് ഇൻ ദ ഫോളോയിങ് കേസസ്. എക്സ്പെക്റ്റഡ് റെൻറ്റ് 1 lakh, ഹൗസ് ലെറ്റ് ഔട്ട് rupees 10,000, that is the actual rent is 10,000. House tax paid by the owner rupees 9,000, 10% of municipal value. House remains vacant for 1 month and then 3 months. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ആണ് തന്നിരിക്കുന്നത്. വേക്കൻസി 1 മാസം വേക്കൻ്റ് ആകുമ്പോൾ വാട്ട് ഈസ് ദ ആനുവൽ വാല്യൂ, ദെൻ 3 മാസം വേക്കൻസി വരുമ്പോൾ എങ്ങനെയാണ് ആനുവൽ വാല്യൂ വരുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് യു റൈറ്റ് ദ ഹെഡിങ്, ദറ്റ് ഈസ് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് കേസ് എ. കേസ് എ, കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ. Computation of annual value. Value of the house for the assessment year. For the assessment year 2024 to 25. 1 month വേക്കൻസി. 1 month വേക്കൻസി എന്ന് പറയുമ്പോൾ 11 months ആണ് എന്ത് ആക്ച്വൽ റെൻറ്റ് വരുന്നത്. അപ്പോൾ ആക്ച്വൽ റെൻറ്റ് ഈസ് ആക്ച്വൽ റെൻറ്റ് ഫോർ 11 months. ആക്ച്വൽ റെൻറ്റ് ഫോർ 11 months. 11 months means 10,000 into 11 you get 1,10,000. 1,10,000 or expected rent. Expected rent is 1 lakh, whichever is higher. whichever is higher എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? is 1,10,000. That is the gross annual value. Gross annual value. Gross annual value is 1,10,000. Then less municipal tax paid by the owner.
Municipal tax paid by the owner is 9,000. Thus the annual value becomes 1,01,000. That is the annual value. Annual value is 1,01,000. First situation. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ 3 months ആണ്, 3 മാസമാണ് വേക്കൻസി വരുന്നത്. 3 മാസം വേക്കൻസി വരുമ്പോൾ എത്രയായിരിക്കും വരുന്നത്? 9 monthsന്റെ റെന്റ് ആണ് നമ്മളിവിടെ എടുക്കേണ്ടത്. അപ്പോൾ ഹെഡിങ് എഴുതണേ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഓഫ് ദ ഹൗസ്. Computation of annual value of the house for the assessment year for the assessment year 2024 to 25. Here, what is the actual rent? Actual rent means 10,000 into 9, that is 90,000. 90,000 or 1 lakh. അപ്പോൾ ഇവിടെ ഏതായിരിക്കും എടുക്കേണ്ടത്? ഇവിടെ ആക്ച്വൽ റെന്റ് എന്ന് പറഞ്ഞത് ആക്ച്വൽ റെന്റ് കുറവായത് ഡ്യൂ ടു വേക്കൻസി ആണ്. അപ്പോൾ ആക്ച്വൽ വേക്കൻസി ഉണ്ടെങ്കിൽ ആക്ച്വൽ റെന്റ് കുറഞ്ഞാലും കൂടിയാലും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ആക്ച്വൽ റെന്റ് ആണ്. അങ്ങനെ വരുമ്പോൾ വാട്ട് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ? ഗ്രോസ് ആനുവൽ വാല്യൂ ഈക്വൽ ടു ഗ്രോസ് ആനുവൽ വാല്യൂ. Gross annual value becomes 90,000 less municipal tax. Municipal tax, that is 9,000. Thus the annual value becomes 81,000. Annual value. ഇങ്ങനെയാണ് വേക്കൻസി വരുമ്പോൾ നമ്മൾ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. ഇവിടെ ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ ഹോൾ. ഫുൾ ഇയറിൽ നമ്മളത് വേക്കൻ്റ് ആണ് എങ്കിൽ ആനുവൽ വാല്യൂ നില്ലാണ്. ഇനി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആണ് എങ്കിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഈസ് ഗ്രേറ്റർ മോർ ദാൻ ദി എക്സ്പെക്റ്റഡ് റെൻറ്റ്. ആൻഡ് ഗ്രോസ് ആനുവൽ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ ആക്ച്വൽ റെൻ്റ് ആണ്. സെക്കൻഡ് കണ്ടീഷൻ പറയുന്നത് if actual rent received or receivable is less than the expected rent owing to such vacancy. അങ്ങനെ വരുമ്പോൾ ആക്ച്വൽ റെന്റ് റിസീവബിൾ ഈസ് അല്ലെങ്കിൽ റിസീവ്ഡ് ഈസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ. വേക്കൻസി ഉണ്ട് എങ്കിൽ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വൽ റെന്റ് ആണ്. ഈ പ്രോബ്ലം നിങ്ങൾക്ക് ചെയ്തത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഓരോ സ്റ്റുഡൻസും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.